ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഇന്ന് ഇച്ചിരി ചെമ്മീൻ്റെ ചമ്മന്തി ഉണ്ടാക്കാൻ പോവാം. ചെമ്മീൻ ചമ്മന്തി പല രീതിയിലുണ്ടാക്കും. തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കും, കുറച്ച് നാൾ ഇരിക്കാൻ പരുവത്തിലുണ്ടാക്കും, ചമ്മന്തി തന്നെ വറ്റൽമുളകും ചെറിയുള്ളിയൊക്കെ വെച്ച് പൊടിച്ചെടുക്കും. അങ്ങനെ ഒരുപാട് രീതിയിലുണ്ടാക്കാം. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്, നമ്മുടെ ഒരു ഗസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഇച്ചിരി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി തരുമോ, ചെമ്മീൻ ചമ്മന്തിപ്പൊടി. അപ്പം അത് അവർക്ക് തേങ്ങയൊക്കെ ചേർത്ത് തന്നെ വേണം, എന്നാൽ കുറച്ച് ദിവസം ഇരിക്കുകയും വേണം. എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഭയോ ചെമ്മീൻ എപ്പോഴും വാങ്ങിച്ചുകൊണ്ട് വന്നാൽ എന്നാ ചെയ്യണമെന്നറിയോ? നല്ലപോലെ കഴുകി നല്ലപോലെ വെള്ളമൊക്കെ വാലക്കി വെച്ച് വൃത്തിയാക്കി എടുത്തതിന് ശേഷം വറുത്ത് അതിൻ്റെ ആ മുള്ളും കൊമ്പും ഒക്കെ കളഞ്ഞ് എടുത്തിങ്ങനെ ടിന്നിലെടുത്ത് വെച്ചാൽ ഉറുമ്പ് കയറാതിരിക്കും. അല്ല, ഫ്രിഡ്ജിലും വെക്കാം കേട്ടോ, ഉറുമ്പ് കയറാതെയും ഒക്കെ ഇരിക്കും. അപ്പം നമുക്ക് എന്നാന്നറിയാം, എപ്പോൾ വേണേലും കറിക്ക് ചേർക്കാനോ, ഒരു ചക്കക്കുരു മാങ്ങായും കറി വെക്കുമ്പോൾ ഒരു പിടുത്തം എടുത്തിടാനോ ഒക്കെ പറ്റുമേ. അങ്ങനെ വെച്ചാൽ ആ ഒരു ചെമ്മീൻ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഒരു സ്മെല്ലും എല്ലാം മാറും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ പോലെ ഞാൻ വറുത്ത് വെച്ചതായിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഇനി ഈ സമയമാകുമ്പോഴത്തേനും ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ഒന്ന് പൊടിക്കാൻ പരുവത്തിൽ ഒന്ന് ചൂടാക്കിയാൽ മതി. ഇതുപോലെ ഇങ്ങനെ വൃത്തിയാക്കി വെച്ചാൽ എപ്പോഴും നമുക്ക് ആ ഒരു പണിയും കൂടെ തീരും. പിന്നെ ആ എടുക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഒന്നിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചാൽ നല്ല എളുപ്പമാണ്. അപ്പോൾ അതാ അങ്ങനെ എടുത്ത് വെച്ചേക്കുന്ന ഒരു പിടുത്തം ചെമ്മീനാണ് ഇത് കേട്ടോ. അതിന് ഞാൻ ഒരു തേങ്ങ എടുത്തേക്കുന്നത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വാളംപുളി, അത് നമ്മുടെ പാകത്തിന് നോക്കിയിട്ട് ചേർക്കാം. പിന്നെ ഉപ്പ്, കുറച്ച് മുളക് പൊടി. എങ്ങനെ ഉണ്ടാക്കി നോക്കാം. ആദ്യം തന്നെ ഇല്ലേ, നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് ചൂടാക്കി എടുക്കാം. കാര്യം എന്ന് വെച്ചാൽ ഇത് ഞാൻ വറുത്ത് നേരത്തെ ടിന്നിൽ സ്റ്റോക്ക് ചെയ്ത സാധനമല്ലേ, ഒന്ന് ചൂടാക്കുമ്പോൾ പൊടിച്ചെടുക്കാൻ എളുപ്പമല്ലേ. പാനൊന്ന് ചൂടാവട്ടെ. അതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതാ നമ്മൾ ചെമ്മീനൊന്ന് ഇട്ട് കൊടുത്തു ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതങ്ങോട്ട് മാറ്റി ആ പാത്രത്തിൽ തന്നെ ഇട്ടേക്കാം. പൊടി അങ്ങോട്ട് കളഞ്ഞേക്കണം കേട്ടോ. ഇതങ്ങോട്ട് കളഞ്ഞേക്കാം. ഇനി നമ്മുടെ പരിപാടി എന്നാണെന്നറിയോ, ആദ്യമേ ചെമ്മീനൊന്ന് പൊടിച്ചെടുക്കണം, അത് മാറ്റി വയ്ക്കണം. പിന്നെ ആ മിക്സിയുടെ ജാറിൽ തന്നെ തേങ്ങയും നമ്മുടെ കറിവേപ്പിലയും പുളിയും മുളകും, കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം, ഒതുക്കി എടുത്തോണ്ട് വരാവേ. ബാക്കി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് മതിയാവും, വേണമെങ്കിൽ പിന്നെ ചേർക്കാം. നമ്മുടെ ചെമ്മീൻ പൊടിച്ചു കൊണ്ടുവന്നു, അതുപോലെ തന്നെ തേങ്ങയും അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി പാനൊന്ന് ചൂടായിക്കോട്ടെ, എണ്ണയൊന്നും ഒഴിക്കരുത് കേട്ടോ. ഇനി ചട്ടി ചൂടായപ്പോൾ, പാൻ ചൂടായപ്പം നമ്മൾ തേങ്ങ ഒതുക്കിയ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പൊടിയണം കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ചെമ്മീൻ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇച്ചിരി മുഴുവൻ തരി പോലെ പൊടിയരുതേ, ഇച്ചിരി ഇതിങ്ങനെ വേണം. തേങ്ങ ഒരുപാട് ചേർക്കരുത് കേട്ടോ. ഒരുപാട് ചേർക്കുമ്പോൾ ഇല്ലേ, നമുക്ക് ആ ചെമ്മീൻ്റെ ആ ടേസ്റ്റ് കിട്ടൂല. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ചെമ്മീൻ്റെ അനുസരിച്ച് തേങ്ങ ചേർക്കാവുള്ളേ, അല്ല പിന്നെ തേങ്ങയുടെ ചുവ തന്നെ ആയിപ്പോവും. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ, നമ്മളിങ്ങനെ നല്ലപോലെ ചൂടാക്കി ആ തേങ്ങാപ്പീരയുടെ ജലാംശം അങ്ങോട്ട് മാറുക. ഇത് ഓപ്പൺ എയറിൽ തന്നെ ഒരാഴ്ച ഇരിക്കും, ഫ്രിഡ്ജിൽ വെച്ചാൽ അതിൽ കൂടുതലിരിക്കും കേട്ടോ. ഇത് കുട്ടികൾക്ക് കൊടുത്തു വിടാനോ വീട്ടിൽ ഉപയോഗിക്കുമ്പോഴാണെങ്കിലും ഒക്കെ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചോ, ഒന്നും ആവത്തില്ല. ചെറിയുള്ളി ചേർക്കരുത് കേട്ടോ, ചെറിയുള്ളി ചേർത്താൽ ഇരിക്കത്തില്ല. ഇത് കണ്ടോ, നല്ലപോലെ ആ തേങ്ങയുടെ ജലാംശമൊക്കെ വറ്റി വരുമ്പോഴത്തേനും സംഭവം റെഡി. ഇതിനകത്ത് ഉപ്പും പുളി എരിവും മാത്രം നിങ്ങളുടെ പാകത്തിന് ചേർക്കുക. ഇതിപ്പോൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി വെച്ചാൽ, തൈരാണ് ഇതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷന്, തൈരും ചോറും. നമ്മുടെ ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കാവുന്ന ഒരു ഡിഷാണിത് കേട്ടോ. ചെമ്മീൻ ചമ്മന്തി പല രീതിയിൽ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ ഓപ്പൺ എയറിൽ ഒരാഴ്ച സുഖമായിട്ടിരിക്കും, ഫ്രിഡ്ജിൽ വെച്ചാൽ അതിൽ കൂടുതലിരിക്കും കേട്ടോ. അപ്പം ഇത് കണ്ടോ, ഇങ്ങനെ ഈ തേങ്ങയുടെ ജലാംശമൊക്കെ പോയി കഴിയുമ്പോൾ ഇതിനിപ്പോൾ ഉപ്പും പുളിയും എരിവും ഒക്കെ പാകാം കേട്ടോ. ഇങ്ങനെ ജലാംശമൊക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ഓട്ടം പിടിക്കുമല്ലോ കൈക്ക്, അങ്ങനെയല്ലേ പറയുന്നത്. ഈ തേങ്ങയൊക്കെ കുറച്ചൊന്ന് ജലാംശം വറ്റി കഴിയുമ്പോൾ നമ്മുടെ തവി കൊണ്ട് ഇളക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ, ആ ഫീൽ അറിയാമല്ലോ. തേങ്ങ ഒന്ന് ഓട്ടം പിടിക്കുന്ന സമയത്ത്, അതായത് ഒരുപാട് മൂത്ത് പോകരുത്, ആ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ കോമ്പിനേഷൻ എന്നാണെന്നറിയോ, ചോറും തൈര്, കട്ട തൈരും
ഈ ചമ്മന്തിപ്പൊടി, അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ. വേറെ ഒരു കറിയും വേണ്ട കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതാ നമ്മുടെ ചമ്മന്തിപ്പൊടി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്ലാസ് ജാറിലോ അല്ലെ ഏത് പാത്രത്തിലാണോ എടുത്തു വെക്കുന്നത് അത് എടുത്തു വെക്കാവുള്ളൂ. നല്ല പോലെ തണുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചീത്തയാവും. ഇതാ സംഭവമൊക്കെ റെഡിയായി. സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിക്കത്തില്ല, നോയമ്പാണ്, 15 ദിവസത്തെ നോയമ്പാണല്ലോ. അപ്പം ഇനി സമയമുണ്ട്, അതുകൊണ്ട് ടേസ്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല. ഞാൻ എല്ലാം പാകത്തിനുണ്ട്. നമ്മുടെ ലീലാമ്മ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതാ ഇതാണ് സംഭവം. അടിപൊളി ഒരു ചെമ്മീൻ ചമ്മന്തി. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. അതുപോലെ തന്നെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടുക. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴാണേലും ഉണ്ടാക്കി കൊടുക്കുക. ഇതിപ്പം നമ്മുടെ റിസോർട്ടിൽ വന്ന ഒരു ഗസ്റ്റിന് വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് ചമ്മന്തിപ്പൊടി ചോദിച്ചപ്പം ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.